എന്തായാലും ഇനി മന്ത്രിക്ക് അടി കിട്ടിയാലും പോലീസ് അനങ്ങില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആടി ഒന്നൊന്നര അടിയായി പോയിട്ടോ. ആ അടിയെ നമുക്കൊരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്തൊരു വീശിയാണ് അടിക്കുന്നത്. ഈ AD തോമസേ അവിടെ പോലീസുകാർ പിടിച്ചു മാറ്റി സൈഡിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പോഴാണ് വണ്ടി നിർത്തി ഈ മുഖ്യമന്ത്രിയുടെ കോൺവോയിലുള്ള പോലീസുകാർ ചാടി ഇറങ്ങി വന്നത് വലിയ ബാറ്റൺ കൊണ്ടടിക്കുന്നത്. ഇവരെന്താണ് മുഖ്യമന്ത്രി അപായപ്പെടുത്താൻ പോയി? ഒന്നുമില്ലല്ലോ, ഈ കറുത്ത കൊടി കാണിക്കാൻ പോയി. പോലീസുകാർ പിടിച്ചു മാറ്റും. വേണമെങ്കിൽ ആ സമയത്ത് ലാത്തിക്കൊണ്ട് താഴേക്ക് ഒരു അടിയും കൂടെ കൊടുത്തു പോയി കേൾപ്പടാ എന്ന് പറയും. എന്നതിനും അപ്പുറത്തേക്ക് ഇത് വന്ന് മൃഗീയമായി അടിക്കുകയാണ് രണ്ട് ചെറുപ്പക്കാരെ. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ വല്ലതും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കൂ? അത് ക്യാമറയുടെ കണ്ണിൽ പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ നവകേരള സദസ്സ് പാളിപ്പോയത് ഈ രക്ഷാപ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരു നല്ല ഇനിഷ്യേറ്റീവായിട്ടാണ് നമ്മളൊക്കെ അതിനെ കണ്ടത്. നാട്ടിൽ പോകുന്നു, ഒരു ക്യാബിനറ്റ്, സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു ആശയം, സഞ്ചരിക്കുന്ന ക്യാബിനറ്റിനെ നിർത്തിപ്പൊരിച്ച് കളഞ്ഞത് ഈ രക്ഷാപ്രവർത്തനമാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു തള്ളലും രക്ഷാപ്രവർത്തനമാണ്.